കിഷ്കിന്ധാകാന്ഡ സിനിമയുടെ സ്പോയിലേഴ്സ് ആണ് ഈ വീഡിയോ. സോ സിനിമ കണ്ടവരും സ്പോയിലേഴ്സ് പ്രശ്നമില്ലാത്തവരും മാത്രം വീഡിയോ തുടർന്ന് കാണുക. ചില സിനിമകൾ ആദ്യവട്ടം കാണുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസിന്റെ ഒരു എൻറ്റയർലി ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആയിരിക്കും രണ്ടാം വട്ടം കാണുമ്പോൾ കിട്ടുക. അത്തരത്തിലുള്ള ഒരു സിനിമയാണ് ഇപ്പോൾ തിയേറ്ററിൽ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന കിഷ്കിന്ധാകാന്ഡം. കിഷ്കിന്ധാകാന്ഡം രണ്ടാം വട്ടം തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ നോട്ടീസ് ചെയ്യാൻ സാധിക്കുകയും മനസ്സിലുണ്ടായിരുന്ന പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾക്ക് ഒരു കൺക്ലൂഷൻ കിട്ടുകയും ചെയ്തു. സോ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്ന കുറച്ച് കൺക്ലൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ഷോട്ട് ഓൺ ടാക്കീസ്. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. കുരങ്ങന്റെ കയ്യിലെ തോക്ക്. നക്സൽസ് യൂസ് ചെയ്യുന്ന തോക്ക് റൈഫിൾസ് ആണെന്നും ഫോറസ്റ്റ് ബോർഡിൽ വെടിവെച്ചത് പിസ്റ്റൾസ് ഓർ റിവോൾവേഴ്സ് കൊണ്ടാകാമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതേ സീനിൽ തന്നെ നാട്ടുകാർ സുമദത്തിനെ കുറ്റാരോപിതനാക്കുന്നുമുണ്ട്. സുമദത്തിന്റെ പഴയ നക്സൽ പാസ്റ്റ് സിനിമയിൽ ആദ്യമായി സൂചിപ്പിക്കുന്നതും ഈ സീനിലാണ്. അപ്പുപിള്ളയുടെ തോക്ക് വീട്ടിൽ തന്നെ ഉണ്ടെന്ന് സിനിമയുടെ അവസാനം റിവീൽ ആകുന്നു. അപ്പോൾ ഏതാണ് കുരങ്ങന്മാരുടെ കയ്യിൽ കണ്ട തോക്കും ഫോറസ്റ്റ് ബോർഡിൽ വെടിവെച്ച തോക്കും? നമുക്കറിയാം തോക്ക് അതോറിറ്റീസിനെ ഏൽപ്പിച്ചാൽ 2 ബുള്ളറ്റിന്റെ എണ്ണം കുറഞ്ഞത് മനസ്സിലാക്കുമെന്നത്. സോ അതോറിറ്റീസിനെ വഴിതിരിച്ചു വിടാൻ സുമദത്തിന്റെ സഹായത്തോടെ അപ്പുപിള്ളയുടെ പ്ലാൻ ആകാം കുരങ്ങന്റെ കയ്യിൽ തോക്കെത്തിക്കുന്നതും ഫോറസ്റ്റ് ബോർഡിലെ വെടിവെപ്പും. സുമദത്തൻ ഫോറസ്റ്റ് വാച്ചർ ആണെന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ഫോട്ടോഗ്രാഫേഴ്സിനെ തോക്കുള്ള കുരങ്ങന്റെ അടുത്തേക്ക് എത്തിച്ചതും അയാൾ തന്നെയാകും. മാത്രമല്ല അപ്പുപിള്ളയുടെ കയ്യിലെ തോക്ക് നാട്ടിൽ റെയർ പീസ് ആണെന്ന് പറയുന്നുണ്ട്. നാഷണൽ ഷൂട്ടിംഗ് മീറ്റ് ചാമ്പ്യൻ ആയതിനാൽ ഇമ്പോർട്ട് ചെയ്യാൻ പെർമിഷൻ കിട്ടിയതുകൊണ്ടാണ് ആ തോക്ക് അയാൾക്ക് സ്വന്തമായത്. അതുകൊണ്ട് തന്നെ എക്സാക്ട് തോക്ക് ആയിരിക്കത്തില്ല കുരങ്ങന്മാരുടെ കയ്യിൽ ഇരിക്കുക, ഏകദേശം സിമിലർ ആയ റെപ്ലിക്കയാകും. ഇനി ഈ തോക്ക് അതോറിറ്റീസ് കണ്ടെത്തിയാലും അവർ സ്റ്റിൽ പുറത്തൊന്നും പറയാൻ പറ്റാത്ത ലെവലിലായാൽ അപ്പുപിള്ള സേഫുമാണ്. അപ്പുപിള്ളയുടെ മെന്റൽ കണ്ടീഷൻ കുറച്ച് ഓഫീസേഴ്സ് അറിഞ്ഞാലും ചച്ചുവിന്റെ മരണം പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ് ഇലക്ഷൻ സമയത്ത് ഇരുവരും കൂടി നടപ്പിലാക്കിയത്. ചച്ചുവും തോക്കും. സുമദത്തനിലൂടെയാണ് അജയനും അപർണയും ആ വഴി പ്രേക്ഷകരും ചച്ചുവിനെ മിസ്സിംഗ് ആകുന്നതിന് മുമ്പുള്ള സംഭവങ്ങൾ അറിയുന്നത്. ചച്ചു അപ്പുപിള്ളയുടെ തോക്കെടുത്ത് ഒരു കുരങ്ങനെ വെടിവെച്ച് കൊല്ലുന്നു. മർഡർ കേസ് ആയതിനാൽ അവരത് മറവ് ചെയ്യുന്നു. തോക്ക് അവിടെ അലക്ഷ്യമായിട്ടിരിക്കുന്ന ഷോട്ട് കാണാം. മറവി പ്രശ്നം മൂലം അപ്പുപിള്ള ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാകാം ചച്ചുവിന് വീണ്ടും ആ തോക്ക് കിട്ടുന്നതും പിന്നീട് അമ്മ പ്രവീണയുമായുള്ള പിടിവലിക്കിടെ ചച്ചു കൊല്ലപ്പെടുന്നതും. ചച്ചുവിനെ അടിക്കുന്നതിനിടയിൽ സസ്പെൻഷൻ മാറ്റി ട്രിഗർ വലിച്ച് പ്രോപ്പറായി ചച്ചുവിന് ഗൺ യൂസ് ചെയ്യാൻ അറിയാമെന്ന് അപ്പുപിള്ളയുടെ സംഭാഷണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. എങ്ങനെയാകാം ഈ ചെറിയ പ്രായത്തിൽ തന്നെ ചച്ചുവിന് ഗൺ യൂസ് ചെയ്യുന്ന ഒരു ഹോൾ പ്രോസസ് അറിഞ്ഞത്? ബെൽഗാവിലേക്ക് പോകുന്ന ട്രെയിനിൽ വെച്ച് അപർണയോട് അജയൻ പറയുന്നുണ്ട് ചച്ചുവിന്റെ ഫേവറേറ്റ് ഗെയിമിന്റെ കാര്യം. പിന്നീട് ചച്ചുവാണ് അപ്പുപിള്ളയുടെ മറവി ആദ്യമായി കണ്ടെത്തിയെന്ന് പറയുമ്പോൾ ഫ്ലാഷ് ബാക്കിലും ചച്ചു ഒരു ഗെയിം കളിക്കുന്നതാണ്. അതൊരു ഷൂട്ടിംഗ് ഗെയിമാണ്. അങ്ങനെയാകും കുട്ടിക്കാലത്ത് തന്നെ ഗൺസിനോട് ചച്ചുവിന് ക്രേസ് വരുന്നതും. എന്നാൽ ഗെയിം കളിച്ചത് കൊണ്ട് റിയൽ ലൈഫിലെ ഗൺ യൂസ് ചെയ്യാൻ അറിയണമെന്നില്ലല്ലോ. ഒരുപക്ഷെ സുമദത്തൻ വഴിയാകാം ചച്ചു ഗൺ യൂസ് ചെയ്യാൻ പഠിക്കുന്നത്. നേരത്തെ ചച്ചു ഇത് പഠിച്ചത് എന്തായാലും അപ്പുപിള്ളയുടെ തോക്കിലല്ല. കാരണം ആ തോക്കിലെ ആദ്യ ബുള്ളറ്റാണ് കുരങ്ങന്റെ നേരെ ചച്ചു ഷൂട്ട് ചെയ്തത്. സുമദത്തനും ചച്ചുവും തമ്മിൽ നല്ല കമ്പനിയാണെന്ന് അപർണ ലാപ്പിൽ കാണുന്ന ചച്ചുവിന്റെ ഓൾഡ് വീഡിയോസിൽ നിന്നും വ്യക്തമാണ്. സോ ചച്ചുവിന്റെ തോക്ക് ഉപയോഗിക്കണമെന്ന ആഗ്രഹം സുമദത്തൻ സാധിച്ചു കൊടുത്തതാകാം. ചച്ചുവിന്റെ നമ്പർ 1 എനിമിയാണ് കുരങ്ങന്മാരെന്നും ഒരുപാട് ടോയ്സ് അവ എടുത്തുകൊണ്ട് പോയിരുന്നും അജയൻ അപർണയോട് കല്യാണ പിറ്റേന്ന് പറയുന്നുണ്ട്. ഇതിൽ ചില ടോയ്സ് പിന്നീട് മരത്തിൽ നിന്ന് വീഴുന്നതായി കാണിക്കുന്നുമുണ്ട്. തന്റെ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവന്ന കുരങ്ങന്മാരെ ഇല്ലാതാക്കാനാകും ചച്ചു റിയൽ ലൈഫിൽ ഗൺ യൂസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. പോലീസുകാരുടെ കോൺവെർസേഷനിൽ നിന്ന് ചച്ചു നേരത്തെ 2 തവണ ഇതുപോലെ സ്കൂളിൽ നിന്ന് മിസ്സിംഗ് ആയിരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. സുമദത്തിന്റെ അടുത്തേക്ക് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പോയതാണെങ്കിലോ അത് ആ 2 വട്ടവും ചച്ചുവിനെ കണ്ടെത്തിയെങ്കിലും ചച്ചു പറഞ്ഞ കഥയും കിട്ടിയ സ്ഥലവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലായിരുന്നു എന്ന് പോലീസുകാർ ഡിസ്കഷനിൽ പറയുന്നുണ്ട്. സുമദത്തൻ പറഞ്ഞു പഠിപ്പിച്ച കഥയാകാം ചച്ചു എല്ലാവരോടും പറഞ്ഞതും. ചച്ചു എവിടെ? ചച്ചുവിന്റെ ബോഡി എവിടെയാണെന്ന ചോദ്യത്തിന് ഉത്തരവും സുമദത്തനായി കണക്റ്റഡ് ആകും. പ്രായമായ അപ്പുപിള്ളയ്ക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ചച്ചുവിനെ മറവ് ചെയ്യാനും തെളിവ് നശിപ്പിക്കാനും സാധിക്കില്ല. അയാൾ ഉറപ്പായും സുമദത്തന്റെ സഹായം തേടി കാണും. ചച്ചുവിന്റെ ബോഡി പറമ്പിൽ തന്നെ ഉണ്ടെന്നും അവിടെയാണ് അപ്പുപിള്ള ഓരോ ലൂപ്പിന് ശേഷം തെളിവുകൾ കത്തിക്കുന്നതെന്നും നമുക്ക് തോന്നുമെങ്കിലും അവിടെ കണ്ടെത്താൻ ഈസിയാണ്. അപർണ തന്നെ അവിടെ പെട്ടെന്ന് കണ്ടെത്തുന്നുമുണ്ട്. മിക്കവാറും സുമദത്തൻ ബോഡി മറവ് ചെയ്യാൻ പോയപ്പോൾ മുറി വൃത്തിയാക്കിയത് അപ്പുപിള്ളയാകും. അതായത് ചച്ചു എവിടെയെന്നറിയാവുന്ന ഒരേ ഒരാൾ സുമദത്തനാകും. എന്നാൽ ഇക്കാര്യം പുറത്തു വന്നാൽ അയാളും പിടിയിലാകും. അതിനാൽ അപ്പുപിള്ള പറഞ്ഞതുപോലെ ആർക്കും വേണ്ടാത്ത സത്യമായി അത് എരിഞ്ഞു തീരട്ടെ. രാമായണവും സിനിമയും. രാമായണത്തെ കാണ്ഡങ്ങൾ അഥവാ ചാപ്റ്റേഴ്സായി വിഭജിക്കുന്നുണ്ട്. അതിലെ 4ാം കാണ്ഡമാണ് കിഷ്കിന്ധാകാന്ഡം. സീതയെ തേടിയിറങ്ങിയ രാമലക്ഷ്മണന്മാർ കിഷ്കിന്ധ സാമ്രാജ്യത്തിലെ ഋഷ്യമുഖ പർവ്വതത്തിൽ എത്തിച്ചേരുന്നു. അവിടെ എത്തി അവരെ ഹനുമാൻ കണ്ടുമുട്ടുന്നു. പർവ്വതത്തിൽ താമസിക്കുന്ന കിഷ്കിന്ധയുടെ മുൻ രാജാവ് സുഗ്രീവന്റെയും വാനരപ്പടയുടെ അടുത്തേക്ക് ഹനുമാൻ രാമലക്ഷ്മണരെ കൊണ്ടുപോകുന്നു. കിഷ്കിന്ധ സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്നു ബാലി. ബാലിയുടെ സഹോദരൻ സുഗ്രീവനും. ഒരിക്കൽ ദുന്ദുബിയും ബാലിയും തമ്മിൽ വലിയൊരു യുദ്ധമുണ്ടാകുന്നു. അവസാനം ബാലി ദുന്ദുബിയെ കൊല്ലുന്നു. എന്നാൽ കൊല്ലപ്പെട്ട ദുന്ദുബിയുടെ രക്തം പുഴ പോലെ ഋഷ്യമുഖ പർവ്വതത്തിലെ മാതകമുനിയുടെ വാസസ്ഥലത്തേക്ക് ഒഴുകിയെത്തുന്നു. കുപിതനായ മുനി ഇനി ഋഷ്യമുഖ പർവ്വതത്തിൽ കാൽ കുത്തിയാൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചു പോകുമെന്ന് ശപിക്കുന്നു. പിന്നീട് ദുന്ദുബിയുടെ സഹോദരൻ മായാവി പ്രതികാരത്തിനായി ബാലിയെ നേരിടുന്നു. തോൽക്കാറായി എന്ന് തോന്നിയപ്പോൾ മായാവി ഒരു ഗുഹയ്ക്കുള്ളിൽ ഓടിക്കേറി. മായാവിയുടെ പിന്നാലെ പോകും മുമ്പ് സുഗ്രീവനോട് ബാലി ഒരു നിശ്ചിത സമയത്തുള്ള താൻ വന്നില്ലെങ്കിൽ ഗുഹ വലിയൊരു പാറ വെച്ചടയ്ക്കാൻ പറയുന്നു. അങ്ങനെ ഒരുപാട് കാലം കാവൽ നിന്ന് സുഗ്രീവൻ ഗുഹയിൽ നിന്നും ചോര ഒഴുകി വരുന്നത് കണ്ടു. ബാലി മരിച്ചു എന്ന് കരുതി ആ ഗുഹ സുഗ്രീവൻ അടയ്ക്കുകയും പിന്നീട് കിഷ്കിന്ധ സാമ്രാജ്യത്തിന്റെ രാജാവാകുകയും ചെയ്തു.
എന്നാൽ നേരത്തെ വന്ന ചോര മായാവിയുടെ തന്ത്രമായിരുന്നു. ബാലി ശരിക്കും മരിച്ചിട്ടുണ്ടായിരുന്നില്ല. മായാവയെ കൊന്ന് ഒരുപാട് കാലത്തിന് ശേഷം തിരികെത്തിയ ബാലി സുഗ്രീവൻ തന്നെ സിംഹാസനായി ചതിച്ചു എന്ന തെറ്റിദ്ധാരണയിൽ കുപിതനായി സുഗ്രീവന്റെ ഭാര്യയെ പരമായി പിടിച്ചുകൊണ്ട് പോവുകയും സുഗ്രീവനെ ആക്രമിക്കാൻ ഒരുങ്ങുകയും ചെയ്തു. സുഗ്രീവൻ അങ്ങനെ ബാലിക്ക് കയറാൻ കഴിയാത്ത ഋഷിമുഖ പർവ്വതത്തിൽ താമസമാക്കുന്നു. ഹനുമാനും ജാമ്പവാനും അടക്കമുള്ള വാനരപ്പട സുഗ്രീവന്റെ സഹായത്തിനൊപ്പം കൂടുന്നു. സീതയെ കണ്ടെത്താൻ വാനരപ്പട സഹായിക്കാമെന്നതിനാൽ ബാലിക്കെതിരെ പോരാടാൻ സുഗ്രീവനെയും രാമൻ സഹായിക്കുന്നു. അങ്ങനെ രാമൻ പോരാട്ടത്തിനിടെ തന്റെ അമ്പ ഇത് ബാലിയെ കൊല്ലുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും രാമന്റെ ഭാഗത്തല്ല ശരി. അതിനാൽ അടുത്ത ജന്മത്തിൽ കർമ്മഫലമായി ഇത് തിരിച്ചു സംഭവിക്കുന്നു. കൃഷ്ണനായി വിഷ്ണു പുനർജനിക്കുമ്പോൾ ജര എന്ന വേട്ടക്കാരൻ കൃഷ്ണനെ കൊല്ലുന്നു. അയാൾ ബാലിയുടെ പുനർജന്മമായിരുന്നു. എന്തായാലും പേരും സെറ്റിങ്ങും ചില എലമെന്റ്സ് ഒഴിച്ചാൽ രാമായണത്തിലെ കിഷ്കിന്ധാകാണ്ഡവുമായി സിനിമയ്ക്ക് വലിയ ബന്ധമില്ല. ഹനുമാനും സുഗ്രീവനും ഒഴികെ വാനരപ്പട മുഴുവൻ ഇവിടെയുണ്ടെന്ന് അജയൻ അപർണയോട് പറയുന്നത് മാത്രമാണ് ആകെ വരുന്ന ഡയറക്ട് റെഫറൻസ്. അടുത്തുള്ള റിസർവ് ഫോറസ്റ്റും കാവും അവിടെയുള്ള കുരങ്ങന്മാരും എല്ലാം കൊണ്ട് രാമായണത്തിലെ കിഷ്കിന്ധാകാണ്ഡത്തിന്റെ അതേ അറ്റ്മോസ്ഫിയർ ആണ് സിനിമയിലും. രാമായണത്തിൽ ബാലി കൊല്ലപ്പെടുമ്പോൾ ഇവിടെയും ഒരു കുരങ്ങൻ മാത്രമാണ് കൊല്ലപ്പെടുന്നതും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫാക്ടറാണ്. 3 കുരങ്ങന്മാർ. സിനിമയുടെ ടാഗ്ലൈൻ തന്നെ എ ടെയിൽ ഓഫ് 3 വൈസ് മങ്കീസ് എന്നാണ്. വാട്സപ്പ് ഇമോജീസിൽ വരെ ഈ 3 കുരങ്ങന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബുദ്ധിസ്റ്റ് ആൻഡ് കൺഫ്യൂഷൻ ടീച്ചിങ്ങിൽ ഒറിജിനേറ്റ് ചെയ്ത ഈ കോൺസെപ്റ്റ് പോപ്പുലർ ആകുന്ന ഒരു ജാപ്പനീസ് പഴഞ്ചൊല്ലിലൂടെയാണ്. സീ നോ ഈവിൾ, ഹിയർ നോ ഈവിൾ, സ്പീക്ക് നോ ഈവിൾ എന്നാണ് ആ പഴഞ്ചൊല്ല്. സീ നോ ഈവിൾ അഥവാ കണ്ണുകൾ പൊത്തുന്ന മിസാറു എന്ന കുരങ്ങൻ സിനിമയിൽ ആസിഫ് അലിയുടെ അജയനാണ്. തന്റെ കുഞ്ഞിന്റെ ശവശരീരവും അച്ഛന്റെ മറവിലോകവും എല്ലാം കൺമുന്നിൽ കണ്ടിട്ടും കാണാത്തതുപോലെ അയാൾ ജീവിക്കുന്നു. അപർണയോട് പോലും കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നാകുമ്പോൾ മാത്രമാണ് അജയൻ എല്ലാം തുറന്നു പറയുന്നത്. സ്പീക്ക് നോ ഈവിൾ അഥവാ വാ പൊത്തുന്ന ഇവാസാറു എന്ന കുരങ്ങൻ വിജയരാഘവന്റെ അപ്പുപിള്ളയാണ്. തനിക്ക് ജീവിക്കേണ്ട റിയാലിറ്റിയെ അയാൾ ജീവിക്കുന്നു. ഓരോ വട്ടവും ലൂപ്പിൽ സത്യങ്ങൾ കണ്ടെത്തുമ്പോൾ അയാൾ ഒന്നും മിണ്ടാതെ പോകുന്നു. ആകെ ഒരു വട്ടം മാത്രമാണ് അജയനോട് തുറന്ന് സംസാരിക്കുന്നത്. എങ്കിലും ചച്ചുവിന്റെ ബോഡി എവിടെ എന്നടക്കം പല കാര്യങ്ങൾ അപ്പോൾ പോലും പറയുന്നില്ല. ഹിയർ നോ ഈവിൾ അഥവാ കികാസാറു എന്ന ചെവി പൊത്തുന്ന കുരങ്ങനാണ് അപർണ. എല്ലാം അജയനിൽ നിന്ന് കേട്ടിട്ടും കേൾക്കാത്തതുപോലെ ജീവിക്കേണ്ടി വരുന്നു. സിനിമയുടെ ഏറ്റവും അവസാനം നാഗ്പൂരിലേക്ക് അജയനൊപ്പം എല്ലാം അറിഞ്ഞിട്ടും അപർണയും പോകുന്നു. ചച്ചുവിന്റെ മരണം അറിയാതെ സംഭവിച്ചതാണെങ്കിൽ കൂടെയും ഈവിളായ ഒരു കാര്യമാണ്. ആ ഈവിളിനെ കണ്ടില്ല, കേട്ടില്ല, മിണ്ടില്ല എന്ന രീതിയിൽ ഈ 3 ക്യാരക്ടേഴ്സും ജീവിക്കുന്നു. ജാപ്പനീസ് പഴഞ്ചൊല്ലിന്റെ ബേസ് മീനിങ്ങും ഇത് തന്നെ. ഈ ഒരു വീഡിയോയുടെ സ്ക്രിപ്റ്റ് എഴുതിയതിനു ശേഷവും ഫ്രണ്ട്സിനിടയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും വേറെ ഒരുപാട് തിയറീസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ചില തിയറീസ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ പറഞ്ഞ പോലെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ചിലപ്പോൾ കോൺട്രാഡിക്റ്റ് ആവുന്നുണ്ട്. പക്ഷേ വേറെ ചിലതൊക്കെ അത്യാവശ്യം ഓവർ ആവുകയാണ്. അതായത് ഇപ്പം മൊത്തത്തിൽ അജയൻ പറഞ്ഞ ഒരു കഥ കള്ളമാണ്, തൻ്റെ അച്ഛനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മരിച്ചുപോയ ഭാര്യയെ കുറ്റക്കാരിയാക്കി എന്നൊക്കെ പല തിയറീസും കണ്ടു. ആക്ച്വലി തിയറീസ് എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്തതും കിഷ്കിന്ധാകാണ്ഡത്തിൽ ഒരു ബേസ് മിസ്റ്ററി ഉള്ളതുകൊണ്ടും നമുക്ക് ഉത്തരം കിട്ടാത്തുള്ള ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ആ തിയറീസ് ഓവർ ആകുമ്പോൾ അത് രസംകൊല്ലികളായിട്ട് മാറും. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിജയ് തിയറികളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പല തിയറീസും ഭയങ്കര ഓവറായിരുന്നു. ആൾട്ടർ ഈഗോ, എറോട്ടോമാനി എന്നൊക്കെ പറഞ്ഞിട്ട് വൻ ഓവറായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു രസംകൊല്ലിയായിട്ട് മാറി. പക്ഷേ അതൊക്കെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ഉള്ള തിയറീസ് ആണെങ്കിൽ ഇവിടെ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ള തിയറീസ് ആണ്. ആക്ച്വലി ഇപ്പോൾ ഉള്ള കിഷ്കിന്ധാകാണ്ഡം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. അത് ഈ പറഞ്ഞതുപോലെ എൻ്റെ ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് നല്ലപോലെ സിനിമ കണ്ടപ്പോൾ കിട്ടിയതാണ്. പക്ഷേ അതിനകത്ത് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് മിസ്റ്ററീസ് ഉണ്ട്. ഇപ്പോൾ ഈ ചച്ചുവിൻ്റെ ബോഡി എവിടെയാണ്, അല്ലെങ്കിൽ സുമദത്തൻ എന്താണ് ഇതിൽ കുറച്ചുകൂടെ പങ്കുണ്ടോ, അപ്പോൾ അങ്ങനെ കുറേ ചോദ്യങ്ങൾ. ഇപ്പോൾ അതിനകത്ത് തന്നെ ആണെങ്കിൽ അത് പല കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നില്ല. പക്ഷേ റിവീൽ ചെയ്യാതിരിക്കുന്നതും അതിൻ്റെ ഒരു ബ്യൂട്ടിയാണെന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇരുന്ന് കാണുന്നതായാലും ആ ഒരു ഫുൾ കാര്യങ്ങൾ റിവീൽ ആകാത്തതാണ്. പിന്നെ അതിന് ഏറ്റവും അവസാനം പൂവുള്ള പറയുന്ന പോലെ ആർക്കും വേണ്ടാത്ത സത്യങ്ങൾ എരിഞ്ഞു തീരട്ടെ എന്ന് പറയുന്ന പോലെ. ഇപ്പോൾ ഡേവിഡ് ലിഞ്ച് പറഞ്ഞിട്ടുണ്ട് ഒരു ഹ്യൂമൻ ബേസിക്കലി ഒരു ഡിറ്റക്റ്റീവിനെ പോലെയാണ്. സോ ആൾക്കാർക്ക് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പുള്ളിയുടെ മൂവീസിനും പുള്ളിക്ക് ഒരു ബേസ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാത്തത്. ഡേവിഡ് ലിഞ്ചിൻ്റെ മൂവീസ് കണ്ടവർക്ക് അറിയാം, അതിൽ പല കാര്യങ്ങളും എക്സ്പ്ലനേഷൻ ഇല്ല. ഇനി അഥവാ ലിഞ്ചിൻ്റെ അടുത്ത് ആരെയും ചെന്ന് ചോദിച്ചാലും പുള്ളി അത് സമ്മതിച്ചു കൊടുക്കത്തില്ല. എല്ലാം ഒരു ഓഡിയൻസിന് ഇൻ്റർപ്രിട്ടേഷന് വിട്ടേക്കും. അപ്പോൾ അതുപോലെ ഇൻ്റർപ്രിട്ടേഷൻസ് വരുന്ന എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ആണെങ്കിൽ കൂടെ പല പല ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്. പക്ഷേ ഇതൊന്നും ശരിയാണെന്ന് ഞാൻ പറയുന്നുമില്ല. എൻ്റെ കുറച്ച് ഫൈൻഡിങ്സ് ആണ്. ചിലപ്പം എന്തെങ്കിലുമൊക്കെ കോൺട്രാഡിക്റ്റിംഗ് ആയിട്ടുള്ള എലമെൻറ്റ്സ് കണ്ടേക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പാർട്ട് ഫ്രം ഓൾ ദീസ് തിയറീസ് ആൻഡ് മിസ്റ്ററീസ്, കിഷ്കിന്ധാകാണ്ഡം ഈസ് ബ്രില്യൻ യെറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് തന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ സീൻ ബൈ സീൻ അനാലിസിസ് ചെയ്യണമെന്ന് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ റീവാച്ച് ചെയ്തപ്പോൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. നമ്മളിപ്പോൾ രണ്ടാമത്തെ വട്ടം ഒരു സിനിമ കാണുമ്പോൾ ആദ്യത്തെ വട്ടം കണ്ടതുപോലെ ആയിരിക്കില്ല. എൻ്റയർലി ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ സിനിമ കാണുന്നത്. സോ ഒരുപാട് ഫോർ ഷാഡോയിങ്സ് ആയിക്കോട്ടെ, ടീസിങ് ആയിട്ട് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള വിഷ്വൽസ് ഇപ്പോൾ ഇല്ല. ഇപ്പോൾ തന്നെ ട്രെയിലറിൽ നിന്നും ടീസറിൽ നിന്നുള്ള വിഷ്വൽസ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു വീഡിയോ ഫുൾ എഡിറ്റ് ചെയ്തത്. പക്ഷേ ഇനിയിപ്പം OTT റിലീസ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആയിരിക്കും എന്നാണ് കേട്ടത്. ഇപ്പോൾ നല്ല ഡിമാൻഡോടെ തന്നെ തിയേറ്ററിൽ ഓടുന്നുണ്ട്. സോ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും OTT റിലീസായി കഴിയുമ്പോൾ നമുക്ക് വേണ്ട വിഷ്വൽസ് കിട്ടും. ആ ഒരു സമയത്ത് ഈ ഒരു സിനിമയുടെ ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
നമ്മുടെ ചാനലിൽ നേരത്തെ ഒരുപാട് മൂവീസിൻ്റെ എൻഡിങ് എക്സ്പ്ലനേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കൂടുതൽ ഒരു കൊമേഴ്ഷ്യൽ സൈഡിലോട്ടായിരുന്നു. അതായത് ഇപ്പോൾ വിജയുടെ സിനിമകൾ, KGF അതൊക്കെയാണ് നമ്മൾ കൂടുതൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ കിഷ്കിന്ധാകണം കുറച്ചുകൂടി ആർട്ട് സൈഡിലേക്ക് നിൽക്കുന്ന ഒരു മൂവിയാണ്. സോ ഇത്തരത്തിലുള്ള കൂടുതൽ മൂവീസ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം ഒരുപാട് കാലം മുന്നേ റിലീസായതാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ ആൻഡ് അനാലിസിസ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ അത്തരത്തിൽ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മൂവീസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ആൻഡ് നമ്മുടെ ചാനൽ ഇതുപോലെ റെഗുലറായിട്ട് സിനിമ സീരീസിലൊരു വീഡിയോസ് ചെയ്യുന്നതാണ്. സോ ഇത്തരം കണ്ടൻസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതുകൊണ്ടൊന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇനി മറ്റുള്ളവർ കണ്ടുപിടുന്നവരേക്കും ദിസ് ഇസ് സൈനിങ് ഓഫ് ഫ്രം ഷോഡൗൺ ടാക്കീസ്.